ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ വിഷുക്കണിയൊക്കെ കാണുന്നുണ്ട്. തൊട്ടുള്ള വീഡിയോസൊക്കെയാണേ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല തിരക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ പറന്ന് നടന്നുള്ളൊരു ദിവസമായിപ്പോൾ ഇന്ന്. സാധാരണ ഞങ്ങൾക്ക് അമ്പലത്തിലെ പൊങ്കാല ഒന്നെങ്കിൽ വിഷുവിന് തലേദിവസം അല്ലെങ്കിൽ വിഷുവിന് പിറ്റേ ദിവസം അങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്കന്നേരം രണ്ടും കൂടെ അങ്ങോട്ട് തിരക്ക്. ഇത് രണ്ടും ഒരു ദിവസം തന്നെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര തിരക്കായിപ്പോയി. അപ്പോൾ വെളുപ്പിന് തലേദിവസം ഞാൻ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നു. എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം വെച്ചിട്ടാണ് കിടന്നത്. എന്നിട്ട് വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞേച്ച് ഞാൻ വന്ന് ആദ്യമേ വിളക്കൊക്കെ എല്ലാം ഒന്ന് കത്തിക്കുകയാണ്. അപ്പം ഞാൻ കുളിക്കുന്നതിന് മുന്നേ വന്ന് കണ്ണടച്ച് വന്ന് വിളക്കൊക്കെ കത്തിക്കുന്നതിന് മുന്നേ ഒന്ന് കണിയെല്ലാം കണ്ടേച്ചാണ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് വന്നേച്ച് എല്ലാവരെയും ഇനി ഞാൻ വേണം വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിക്കാനായിട്ട്. അപ്പം എല്ലാം വിളക്കെല്ലാം ഒന്ന് കത്തിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കണം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇവിടെ ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്നാ വിശേഷം വന്നാലും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. കാര്യം ഇപ്പം എനിക്കൊന്ന് ഞാൻ ക്രിസ്ത്യനും ചേട്ടൻ ഹിന്ദു ഇങ്ങനെ അത് രണ്ടിതായതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് 2 രീതിക്ക് ഞങ്ങളിങ്ങനെ ആഘോഷിക്കുന്നത്. അപ്പം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിലൊരു തർക്കമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിള്ളേരാണേലും അതെ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈസ്റ്റർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും എല്ലാവർക്കും ആഘോഷങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിഷുക്കണി വെക്കുന്നത് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിഷുവൊക്കെ ആകാനായിട്ട് കാത്തിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ വിഷുക്കണിയൊക്കെ വെക്കാൻ പറ്റണേന്ന് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. എനിക്കങ്ങനെ അപൂർവങ്ങളിലേ ഉള്ളൂ പറ്റാതായിട്ടുള്ളത്. അല്ലാതെ എല്ലാ വർഷവും എനിക്ക് കണി വെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നില വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഞാൻ ഇതിന് ചുറ്റും ചിരാത് വെക്കുവേ. ചിരാത് വെച്ച് അതും കത്തിച്ച് അപ്പോൾ ആ ഒരു വെട്ടത്തിലാണ് എല്ലാവരും കണിയൊക്കെ കാണുന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് എല്ലാം റെഡിയാക്കി ഞാൻ വിളക്കൊക്കെ കത്തിക്കുകയാണ്. കത്തിച്ചേച്ച് എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഈ വിളക്ക് രാവിലെ മാത്രം ഞാൻ എണ്ണ ഒഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഈ വെച്ചേച്ചൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം വരുവേ. അപ്പോൾ ഉറുമ്പ് കയറി വന്ന് അതിനകത്തെല്ലാം ആക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് രാവിലെ എണ്ണ ഒഴിക്കത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ തിരിയൊക്കെ ഇട്ട് തലേദിവസം എനിക്കിങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചേക്കും. രാവിലെ എണ്ണയൊക്കെ ഒഴിച്ച് വിളക്കൊക്കെ കത്തിച്ച് എന്നെയാണെങ്കിലും ഈ വിഷു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ രാവിലെ എണീറ്റ് കുളിച്ച് ഈ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത്. അതങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. എല്ലാവർക്കും ഹിന്ദുസിനൊക്കെ മിക്കവരും വിഷുവിന് കണിയൊക്കെ വെക്കുന്നത് എല്ലാവർക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ, പ്രത്യേക ഒരു സന്തോഷമാണത് മനസ്സിന്. അപ്പോൾ അങ്ങനെ ഞാൻ വിളക്കെല്ലാം കത്തിച്ച് എല്ലാം കഴിയാറായപ്പോൾ ചുറ്റിനുള്ള വിളക്കെല്ലാം കത്തിച്ച് ഞാൻ ആദ്യം ദൈവത്തോട് ഇനിയുള്ള ഒരു വർഷത്തേക്കുള്ള എല്ലാ സകല അനുഗ്രഹങ്ങളും തന്നേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേച്ച് ഇനി ചേട്ടനെയാണ് ഇനി ആദ്യം കണി കാണാൻ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ആദ്യം ചെന്നിച്ച് ഞാൻ കണ്ണ് പൊത്തി പിടിച്ചേച്ച് പറയും കണ്ണ് തുറക്കല്ലേ ഞാൻ ലൈറ്റ് ഇടാൻ പോവാണ്, ചേട്ടനെ ഞാൻ വിളിക്കാനായിട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ചേട്ടനെ വിളിച്ചെണീപ്പിച്ച് കയ്യെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഉറക്കത്തിൽ നിന്നിട്ടുള്ള വരവല്ലേ പെട്ടെന്നുള്ളത്. അപ്പം തട്ടിത്തടഞ്ഞൊക്കെ വീഴാതെ കയ്യെ പിടിച്ച് കൊണ്ടുവന്ന് ആദ്യം ചേട്ടനെ കൊണ്ടുവന്നാണ് കണി കാണിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ കൂടെ നിന്നും അന്നേരം ഒന്നും കൂടെ തൊഴും കേട്ടോ. എല്ലാം നമുക്ക് എപ്പോഴും മനുഷ്യർക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ലല്ലോ. നമുക്ക് എപ്പോഴും പ്രാർത്ഥനയും നമുക്ക് എവിടെ നിന്നാലും നമുക്ക് ആവശ്യങ്ങൾ കൂടിക്കൂടി വരുന്നവരല്ലേ മനുഷ്യന്മാർ. അപ്പം ഞാൻ അന്നേരവും വീണ്ടും അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഷർട്ട് ഇടാതൊക്കെ വീഡിയോ എടുത്ത് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നും കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇരുട്ടല്ലേ ആർക്കും ശരിക്കും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാം സമ്മതിക്കത്തില്ല. എന്നോട് പറയും വേണ്ട ഞാൻ ഷർട്ട് ഇടാതെ എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്നും പറഞ്ഞിട്ട് വേളം വെക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇരുട്ട് അതുകൊണ്ട് കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വെട്ടം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി പോയി അച്ഛനെയും കണ്ണനെയും കൂടി ഇനി വിളിച്ചുകൊണ്ട് വരണം. അതും ഇതുപോലെ തന്നെ കണ്ണൊക്കെ ഒന്ന് പൊത്തിപ്പിടിച്ച് ഞങ്ങൾ എണീപ്പിക്കാൻ വന്നതാന്നൊക്കെ പറഞ്ഞതിന് ശേഷമേ വിളിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ രണ്ടും ആദ്യമേ കണ്ണ് തുറന്ന് നോക്കും. അങ്ങനെ കണ്ണനെ അവരെ വിളിച്ചുകൊണ്ട് വരുന്നതാണ് ഭയങ്കര പാട് കേട്ടോ. മേളത്തെ റൂമിലായതുകൊണ്ട് സ്റ്റെപ്പ് മൊത്തം ഇറക്കി കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ രണ്ടുപേരെയും കൊണ്ടുവന്ന് നിർത്തി. കണ്ണും തുറന്നിട്ടില്ല കേട്ടോ. കണ്ണൻ തല ഇങ്ങോട്ട് തിരിച്ചു വെച്ച് നിൽക്കുന്നതേ ഉള്ളൂ. അച്ചുവിനെ അടുത്തോട്ട് നിർത്തുമെന്ന് അവന് മനസ്സിലായി. അപ്പോഴത്തേക്കും അവൻ തല ഇങ്ങനെ തിരിച്ച് വെച്ചേക്കുന്നുണ്ട്, കണ്ണ് തുറന്നിട്ടില്ല. അത് കഴിഞ്ഞാണ് ഇപ്പോഴാണ് രണ്ടുപേരും കണ്ണ് തുറന്ന് കണി കാണുന്നത്. അപ്പോൾ അവർ കാണാൻ വന്നപ്പോഴത്തേക്കും ഞാൻ വെച്ചാൽ റൂമിലെ ലൈറ്റും കൂടെ കാണിച്ചേ. അന്നേരം നമുക്ക് നല്ല ആ ഒരു വെട്ടത്തിൽ മാത്രമായിട്ട് മുഴുവനും കാണാൻ പറ്റും. അങ്ങനെ രണ്ടുപേരും അല്ല എല്ലാവരും രാവിലത്തെ കണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞേച്ച് ഇനി എല്ലാവർക്കും കൈനീട്ടം കൊടുക്കലും ഒക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പുതിയ കൃഷ്ണനാണ് കേട്ടോ. ഇന്നാളെ ഒരു ദിവസം പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ കൃഷ്ണനെ മേടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ കൃഷ്ണൻ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് കൃഷ്ണനായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ട് വലിയ ഇതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, ചെറുതായിട്ടേ കൃഷ്ണനെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം വലിയൊരു കൃഷ്ണനൊക്കെ മേടിച്ച് വെച്ച് അതുകൊണ്ട് ഈ പ്രാവശ്യം വിഷുവിനൊക്കെ കണി വെക്കാൻ ഭയങ്കര നമ്മൾ ഓരോന്നൊക്കെ നേരത്തെ മനസ്സിൽ ആഗ്രഹിച്ച് വെക്കുന്ന കാര്യങ്ങൾ മിക്കതും നടക്കാറില്ല. എനിക്ക് മിക്കവർക്കും അങ്ങനെയാണ്.
എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അത് തന്നെയല്ല, എനിക്ക് കണി വെക്കാൻ പറ്റി. വിഷുക്കണിക്ക് പുതിയ കൃഷ്ണനെയൊക്കെ വെച്ച് ഞങ്ങൾ കണിയൊക്കെ കണ്ടു. അങ്ങനെ അച്ഛനും കണ്ണനും ഒക്കെ രാവിലത്തെ കൈനീട്ടം, ഞങ്ങൾക്ക് എല്ലാവർക്കും രാവിലത്തെ കൈനീട്ടം കിട്ടുന്ന ബാബുസേൻ്റെ കയ്യിൽ നിന്നാണേ. അത് കഴിഞ്ഞാണ് പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പം ബാബുസേൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ മേടിച്ച് അതെല്ലാം കഴിച്ച് ധൃതി വെച്ചുള്ളൊരു വരവായിരുന്നു പൊങ്കാലയിടാനായിട്ട്. അപ്പോൾ ഇവിടെ 4:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണമായിരുന്നു. അപ്പം പെട്ടെന്ന് ഞങ്ങൾ വന്ന്, അപ്പോൾ എൻ്റെ കൂടെ അച്ചുവും വന്നിട്ടുണ്ട് കേട്ടോ. അവളും വന്ന് എൻ്റെ കൂടെ സഹായിക്കാനും എല്ലാം കൂടെ ആയിട്ട്. പിന്നെ അമലയുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെ സാലി ചേച്ചിയുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനും അമലയും സാലി ചേച്ചിയൊക്കെ അടുത്തടുത്തായിട്ടാണ് നിന്നത്. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ എനിക്കൊന്ന് എല്ലാവരും പറഞ്ഞു ഈ പ്രാവശ്യം ആൾ കൂടുതൽ. പക്ഷേ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു ആൾ കൂടുതലുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം എനിക്കൊന്ന് ഈ വിഷുവിൻ്റെയും എല്ലാം കൂടെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആൾ ഒത്തിരി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എങ്കിലും ഉണ്ടായിരുന്നു നല്ലപോലെ ആൾക്കാർ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് സൂര്യഭഗവാനുള്ള പൊങ്കാല ആയതുകൊണ്ട് വെളുപ്പിനെ വേണം ഇടാനായിട്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പൊങ്കാല ഇടണം. അതിനാണ് വെളുപ്പിന് 4:30 എല്ലാവരും വന്ന് പൊങ്കാല ഇടാൻ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ, അപ്പോൾ കൈറാശം ഇട്ടുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കൈറാശം ഇട്ടതൊക്കെ എല്ലാം മനസ്സിലാക്കിയൊക്കെ ഇരുന്നുകൊണ്ട് ഈ പ്രാവശ്യം അതിൻ്റെ രീതിക്കൊക്കെ ചെയ്യാൻ പറ്റി. കൈറാശം എനിക്കെല്ലാം ഒരു തപ്പലായിരുന്നു, എങ്ങനെയായിരുന്നു. പക്ഷേ അന്നെല്ലാം സാൽചേച്ചിയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാണ് സാൽചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ പോണ്ട്. അപ്പോൾ എന്നോട് പറയും ഇന്നത്തെ ദിവസം ജീന ഒന്ന് വിളിച്ച പോലുമില്ല. ഇന്നത്തെ ദിവസം വിളിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം എന്നാൽ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത പോലെ മഴയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, പക്ഷേ എങ്കിൽ കടയിൽ ചെന്നേച്ച് അവിടുന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല. കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ. പിന്നെ ഒരു തരത്തിൽ ബാസറിനെ എന്നെ ഇവിടെ കൊണ്ട് വിട്ടേച്ച്, ബാസറിന് അപ്പു വന്നിടത്തേക്ക് വന്നു. അങ്ങനെ ഇവിടെ കൊണ്ട് വിട്ടേച്ച് പിന്നെ രണ്ടാമത് ബാസറൻ പോകുമായിരുന്നു. കാര്യം എല്ലാവരും അതെ വൈകുന്നേരം മേടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇരുന്ന് ഭയങ്കര കാറ്റും മഴ ഇടിയായിരുന്നു. എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല കാറ്റും മഴയായിരുന്നു, ഭയങ്കരമായിട്ടും പെയ്ത്. അങ്ങനെ അത് അതുകൊണ്ട് ആരെയും വിളിക്കാനോ എടുക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ലെന്നേ. അപ്പം എല്ലാവരുമൊക്കെ അടുപ്പിലൊക്കെ തീ എല്ലാവരുടെയൊക്കെ കത്തിച്ചു. എല്ലാവരും ഇനി തിളച്ച് പൊങ്കാല തിളച്ച് തൂകാൻ വേണ്ടി ആദ്യം ആരുടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ചിലർക്കൊക്കെ, എനിക്ക് കഴിഞ്ഞ ഒത്തിരി താമസിച്ചായിരുന്നു കേട്ടോ കാലത്തിൽ നിന്നൊക്കെ തിളച്ചൊക്കെ തൂകിയത്. ഈ പ്രാവശ്യം പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, പെട്ടെന്നായിരുന്നു. മിക്കവർക്കും ഓരോരുത്തർക്കും ഓരോ സമയത്താണ്. ചിലപ്പോൾ വെട്ടം വീണ് കഴിഞ്ഞായിരിക്കും ചിലർക്ക് കലത്തിൽ നിന്നത് തിളച്ച് ചാടുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും നല്ല പുകയാട്ടോ, കണ്ണെല്ലാം കൂടെ നിറഞ്ഞ്. അച്ചുവിൻ്റെ മുഖം ഇരിക്കുന്നതാണ് ചുമന്ന് തുടുത്തായിരുന്നു ഇരിക്കുന്നത്. അങ്ങനെ പക്ഷേ ഞാൻ ആദ്യം ഇടുന്നില്ലെന്നൊക്കെ വിചാരിച്ചായിരുന്നേ. പക്ഷേ എന്നാലും നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഒത്തിട്ട് നമുക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അത് ഓർക്കുമ്പോൾ ഒരു വിഷമമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്രാവശ്യം പോയി ഇട്ടേക്കാന്നൊക്കെ അങ്ങ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പൊങ്കാലയെല്ലാം ഇട്ട് ആദ്യമേ ഓരോരുത്തരുണ്ട് സാൽചിച്ചിരി കളത്തിൽ നിന്നൊക്കെ തിളച്ച് തൂവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനകത്ത് പാലൊക്കെ ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത്. പാൽപ്പായസമാണ് ഇവിടുത്തേത്. അപ്പം അങ്ങനെ പാലാണ് ചേർക്കുന്നത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞേച്ച് ഇതാരുടെ എൻ്റെയാന്ന് തോന്നുന്നു കേട്ടോ. അതെ. ഞാൻ ഈ കലത്തിലായിരുന്നു ഞാൻ വെച്ചത്. അപ്പോൾ ഈ കലത്തിൽ അതും തിളച്ച് തൂകി. അത് കഴിഞ്ഞേച്ച് പിന്നെ അമലയുടെ അതിന് മുന്നേ ആയിരുന്നു കേട്ടോ. അത് എടുക്കാനായിട്ട് സമയം കിട്ടിയില്ലായിരുന്നു. ഞാനിപ്പുറത്ത് ഇങ്ങനെ തീ കത്തിച്ച് അച്ചു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവളെ ഞാനിട്ട് ഇതിനെല്ലാം എന്ന് പറഞ്ഞ് ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടുന്നുണ്ട്. അതിനിപ്പോൾ നേരെ എല്ലാം വെളുത്തെല്ലാം കഴിഞ്ഞ് അന്നേരത്തേക്കെല്ലാം സെറ്റായി കേട്ടോ. വെട്ടം വീഴുന്നതിന് മുമ്പേ എല്ലാം റെഡിയായി എല്ലാം എടുത്ത് അടച്ച് വെച്ച് ഇനി തിരുമേനി വന്ന് തീർത്തൊക്കെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോരാം. അപ്പോൾ ഇത് കഴിഞ്ഞേച്ച് പിന്നെ നേരെ ഇനി അമ്പലത്തിൽ പോകണം. അപ്പോൾ കണ്ണനും ബാസറിനും എല്ലാം രാവിലെ അമ്പലത്തിലെല്ലാം പോയി കേട്ടോ. അവർ കൃഷ്ണൻ്റെ അമ്പലത്തിലും നമ്മുടെ തോട്ടങ്കാല അമ്പലത്തിലും ഒക്കെ ആയിട്ട് അവർ പോയി. അപ്പോൾ ദിയാമോള് വെളുപ്പിന് ആ 4:30 സമയത്ത് 4:30 അല്ലട്ടോ, അതിന് മുമ്പേ എണീറ്റ് 3:30 ആയപ്പോയിട്ട് എണീറ്റ് കുളിച്ചെല്ലാം കഴിഞ്ഞ് അമലയുടെ കൂടെ അന്നേരം തൊട്ടുണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തിൽ വന്നപ്പം തൊട്ടുണ്ട്. പുള്ളിക്കാരിയാണ് എല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് നല്ല രസം അവിടെ വർത്താനമൊക്കെ കേട്ട് നിൽക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പുകയ്ക്കകത്ത് എല്ലാവരും ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി തീർത്ഥം തെളിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഇനി തിരുമേനി തീർത്ഥമൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി വീട്ടിൽ പോരാം. നമ്മുടെ ഇവിടെ നിന്ന് ഇച്ചിരി നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. പിന്നെ വെച്ചാൽ ഇതെല്ലാം എടുത്തുകൊണ്ട് വരാനുള്ള പാടുകൊണ്ട് സ്കൂട്ടറും കൊണ്ട് വന്ന് അതെല്ലാം സ്കൂട്ടറിലാണ് ഇനിയും കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ വെട്ടമെല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മുടെ പരിചയക്കാരൊക്കെ എവിടെയൊക്കെയാണ്, നമുക്ക് അറിയാവുന്നവരൊക്കെ എവിടെയെങ്കിലൊക്കെ നിൽപ്പുണ്ടോ എന്നും പറഞ്ഞ് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ആളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തോട്ട് പോയതാണ് വർത്തമാനം പറയാനായിട്ട്. അപ്പോൾ അവരെല്ലാവരും നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇടയ്ക്ക് നിൽക്കുന്നത് കണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഈ വീഡിയോയുടെ ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ മേലാത്തവരാരും ഇല്ല. നമ്മളെ എവിടെ ചെന്നാലും കാണുന്നവരല്ല വീഡിയോ എടുത്ത് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഇടില്ലേ പരിപാടി.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ അവിടുന്ന് തിരുമേനി തീർത്ഥം തെളിക്കാനായിട്ട് വന്നു. തീർത്ഥം തെളിക്കാനായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ പൊങ്കാലയിട്ട സ്ഥലത്തേക്ക് വന്ന് തീർത്ഥം എല്ലാം തെളിച്ചേച്ച് പിന്നെ അവിടുന്ന് ഇനി നേരെ ഞങ്ങളിനി വീട്ടിൽ പോയിട്ട് ഇനി അമ്പലത്തിൽ പോണേ. അപ്പം നമ്മുടെ തോട്ടങ്ക അമ്പലത്തിൽ പോയി അവിടെ കണി ഒരുക്കിയേക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാ വർഷവും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ പ്രാവശ്യം കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെയാണ് ഈ പ്രാവശ്യം ഒരുക്കിയേക്കുന്നത്. അകത്തായിരുന്നു നേരത്തെ എപ്പോഴും വെക്കുന്നത്. ഈ പ്രാവശ്യം കല്യാണ മണ്ഡപത്തിൻ്റെ. അപ്പം അല്ലു നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഇവിടെ എപ്പോഴും നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അല്ലുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തോട്ടംകാലമ്മ എടുത്ത് പോയി അവിടുത്തെ വിഷുക്കണിയും എല്ലാം കണ്ട് സന്തോഷമായിട്ടെല്ലാം തിരിച്ചു വന്നു. ഈ പ്രാവശ്യത്തെ വിഷു ഇങ്ങനെ അങ്ങ് ഓടിപ്പോയൊരു വിഷു പോലെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വിഷുക്കണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാവേ. അപ്പം മറക്കണ്ട കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.